ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നാം ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ്. അത്ഭുത പ്രവർത്തകൻ, സമുന്നത സുവിശേഷ പ്രഘോഷകൻ എന്നൊക്കെ അറിയപ്പെടുന്ന പാതുവായിലെ വിശുദ്ധ അന്തോണീസ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരു വിശുദ്ധൻ തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഈ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടുക ഈ ഒരു വലിയ പ്രാർത്ഥനയുമായിട്ടാണ് വിശുദ്ധൻ്റെ അരികിലേക്ക് പോകുന്നത്. നഷ്ടപ്പെട്ടു പോയ പേഴ്സ്, പണം, പാസ്പോർട്ട്, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ വിശുദ്ധൻ്റെ അരികിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഈ വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥ്യം വിളിച്ചപേക്ഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളേക്കാൾ ഉപരിയായി നാം പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? വളർച്ചയുടെ വഴികളിൽ നമുക്ക് കൈമോശം വന്നത് നമ്മെ തന്നെയാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ വളർച്ചകളിൽ നമുക്ക് കൈവിട്ടുപോയ നന്മകളുണ്ട്, പുണ്യങ്ങളുണ്ട്, ഇപ്രകാരമുള്ള കുറേ സുഹൃതങ്ങളുണ്ട്. ഇവയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി, തിരിച്ചു പിടിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത പ്രവർത്തകൻ എന്ന പേരിൽ ഈ വിശുദ്ധൻ അറിയപ്പെടാറുണ്ട്. പട്ടിണിക്കിട്ട് ഈ കഴുതയെ ഒരു വശത്ത് വൈക്കോലും ഒരു വശത്ത് ദിവ്യകാരുണ്യവുമായി വിശുദ്ധൻ നിൽക്കുന്നു. കാരണം ഒരു മനുഷ്യൻ ചോദിച്ചതാ, ഈ കുർബാന അപ്പത്തിൽ ഈശോ ഉണ്ട് എന്നെങ്ങനെ തനിക്ക് തെളിയിക്കുവാൻ പറ്റുമെന്ന് പാതുവായിൽ അന്തോണീസിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വെച്ച് വെല്ലുവിളി ഏറ്റെടുത്ത് അതിന് പരിഹാരം കണ്ടെത്തിയത് ഇപ്രകാരമാണ്. ആഴ്ചകളോളം പട്ടിണിക്കിട്ട് ഈ കഴുത ഭക്ഷണത്തിൻ്റെ മുമ്പിലല്ല, മറിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് മണിക്കൂറുകളോളം കിടന്നു എന്നത് ചരിത്ര സത്യവും സാക്ഷ്യവുമാണ്. അപ്പോൾ ദിവ്യകാരുണ്യം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഈശോയുണ്ട് എന്ന തിരിച്ചറിവ് ഒരു കഴുതയ്ക്ക് ലഭിച്ചെങ്കിൽ ബുദ്ധിയുള്ള നമ്മൾ എത്ര അധികം ആഴമുള്ള വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുമേൽ നിൽക്കണം. മറ്റൊരവസരത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് അന്തോണീസിനോട് പറയുന്നുണ്ട്, കുമ്പസാരിക്കുമ്പോൾ കുമ്പസാരിച്ച പാപങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു, ദൈവം ക്ഷമിക്കുന്നു എന്നതിൻ്റെ തെളിവ് എങ്ങനെ എനിക്ക് മനസ്സിലാകും? വിശുദ്ധ അന്തോണീസ് ഈ മനുഷ്യനോട് പറയുന്ന എന്താ? നിനക്ക് പറയുവാനുള്ള, ഏറ്റുപറയാനുള്ള പാപങ്ങളൊക്കെ മനസ്തപിച്ച് ഒരു പേപ്പറിൽ, ഒരു വെള്ള പേപ്പറിൽ നീ എഴുതി വെക്കുക, എന്നിട്ട് അതുമായിട്ട് വന്ന് നീ കുമ്പസാരിക്കുക. അത്ഭുതമെന്ന് പറയട്ടെ, വിശുദ്ധ അന്തോണീസിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ വന്ന് കുമ്പസാരത്തിൽ ഓരോ പാപങ്ങൾ എഴുതി വെച്ചത് ഇങ്ങനെ ഏറ്റുപറയുമ്പോൾ പറഞ്ഞ പാപങ്ങളൊക്കെ ആ പേപ്പറിൽ നിന്നും ഇങ്ങനെ മാഞ്ഞു പോകുന്ന, അവസാനം വെള്ള പേപ്പർ മാത്രം അവസാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപങ്ങളുടെ കെട്ടഴിയപ്പെടുകയും നിന്റെ ജീവിതം കുറെ കൂടി വിശുദ്ധമാകുകയും പാപങ്ങളൊക്കെ സ്വർഗം ക്ഷമിക്കുകയും ചെയ്യുന്നതിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് ഈ വിശുദ്ധൻ്റെ അത്ഭുതം ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അത് നീണ്ടുപോയി, ഇത് കേട്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പള്ളി വിട്ടിറങ്ങിയപ്പോൾ ഈ വിശുദ്ധൻ ചെയ്തത് എന്താ? അടുത്തുള്ള കടൽ തീരത്തേക്ക് ചെന്ന് ദൈവവചനം കടലിനെ നോക്കി പ്രസംഗിച്ചപ്പോൾ കടലിൽ നിന്നും മത്സ്യങ്ങൾ തീരത്തേക്ക് വന്ന് വചനം കേട്ടു എന്ന് ചരിത്രം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ മഹനീയമായ സുവിശേഷ പ്രവർത്തനം അത് പരിശുദ്ധ കുർബാനയുടെ മഹത്വമാ, പരിശുദ്ധ കുമ്പസാരത്തിന്റെ മഹത്വമാ, പരിശുദ്ധ ദൈവവചനത്തിന്റെ മഹത്വമാണെന്ന് തിരിച്ചറിയുക. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ജീവിച്ചിരുന്ന അവസരത്തിൽ ഈ വിശുദ്ധൻ ചെയ്തിട്ടുണ്ട്. രോഗസൗഖ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മരിച്ചവരെ പോലും ഉയർപ്പിച്ച ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ അന്തോണീസ് അറിയപ്പെടുന്നത്. ഒരേ സമയം രണ്ടിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള കൃപ ലഭിച്ച ഒരു വിശുദ്ധൻ. ഇപ്രകാരം പാതുവായിലെ വിശുദ്ധ അന്തോണീസ് തൻ്റെ ജീവിതകാലത്തും ഇന്നും
തൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് കൃപയാണ്, അനുഗ്രഹമാണ്, സൗഖ്യമാണ്, ജീവനാണ്, സുവിശേഷമാണെങ്കിൽ നമ്മൾ ഇന്ന് ഈ വിശുദ്ധന്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ കുർബാനയോടും കൂദാശകളോടുമുള്ള ആഴമുള്ള വിശ്വാസത്തിൽ, ബോധ്യത്തിൽ വളരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയർപ്പിക്കാം. വളരെ പ്രത്യേകമായി മാലാഖയുടെ കൃപ നിറഞ്ഞ മാധ്യസ്ഥ്യം കൂടെ നാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമുക്ക് നൽകിയ കരുതലാണ് ഈ മാലാഖ എന്ന തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തിൽ ഈ മാലാഖയുടെ കരം പിടിച്ച് നടക്കാൻ മക്കളായ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം.